നമ്മുടെ നാട്ടിലെ പല പ്രമുഖരായ വക്കീലുമാരും ഓരോ സിറ്റിങ്ങിനും ലക്ഷങ്ങളൊക്കെയാണ് ഫീസായി വാങ്ങുന്നത്. കപിൽ സിബൽ, ഹരീഷ് സാൽവെ, അഭിഷേക് സിംഗ്വി, അങ്ങനെ ഒട്ടേറെ പ്രഗത്ഭരുണ്ട്. കേരളത്തിലും രാമൻ പിള്ള മുതൽ അന്തരിച്ച ആളൂർ വക്കീൽ വരെ ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങുന്ന വക്കീൽമാരാണ്. ഇവരെല്ലാം നിയമം പഠിച്ചാണ് കേസുകൾ വാദിക്കുന്നതും ജയിക്കുന്നതും. എന്നാൽ നിയമപുസ്തകം തൊടാതെ ജഡ്ജിമാരെ മുട്ടുകുത്തിച്ച വ്യാജ വക്കീലുമാരും ഈ ലോകത്തുണ്ട്. കെനിയൻ ഹൈക്കോടതിയുടെ വരാന്തയിലൂടെ ബ്രയാൻ മെൻഡ എന്നയാൾ നടന്നു വരുമ്പോൾ ജഡ്ജിമാരും വക്കീൽമാരും ബഹുമാനത്തോടെ നോക്കി നിന്നിരുന്നു. മൂർച്ചയുള്ള തൻ്റെ വാക്കുകൾ കൊണ്ട് അയാൾ നിയമത്തിൻ്റെ പഴുതുകൾ കണ്ടെത്തി കോടതിയിൽ വിസ്മയം തീർത്തിരുന്നു. മജിസ്ട്രേറ്റ് കോടതി മുതൽ അപ്പീൽ കോടതി വരെ അയാൾ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അക്കാദമിയിൽ നിന്നോ നിയമം പഠിച്ച ഒരാളായിരുന്നില്ല അദ്ദേഹം. ഒരു വക്കീൽ ഓഫീസിൽ പോലും കയറി ഇറങ്ങാത്ത ആളായിരുന്നു ബ്രയാൻ മെൻഡ എന്ന ഈ യുവാവ്. തൻ്റെ വാക്സാമർത്ഥ്യം കൊണ്ട് മാത്രം ഇയാൾ വാദിച്ച് ജയിച്ചത് 26 കേസുകളാണ്. 26 തവണയാണ് കോടതി മുറികളിൽ ഇയാൾ വിജയക്കൊടി പാറിച്ച് എതിരാളികളെ ഞെട്ടിച്ചത്. നിയമം പഠിച്ച വക്കീലന്മാർ തോറ്റെടുത്ത് വാദിക്കാൻ അറിയാത്തവർ പേടിച്ച് മാറിയുന്ന സ്ഥലത്ത് ബ്രയാൻ എന്ന ഈ വ്യാജൻ നിയമത്തിൻ്റെ പോരാളിയായി മാറുകയായിരുന്നു. ഒരു യഥാർത്ഥ വക്കീലായ ബ്രയാൻ മെൻഡ എൻഡിഗ എന്നയാളുടെ പേരുമായി ഇയാൾക്കുള്ള സാമ്യമാണ് ഈ തട്ടിപ്പിനെ വഴിയൊരുക്കിയത്. കെനിയയിലെ ലോ സൊസൈറ്റിയുടെ വെബ്സൈറ്റിൽ നുഴഞ്ഞു കയറി യഥാർത്ഥ വക്കീലിൻ്റെ അക്കൗണ്ട് വിവരങ്ങൾ തിരുത്തി സ്വന്തം ഫോട്ടോയും വിവരങ്ങളും ചേർത്താണ് ഇയാൾ വക്കീലിൻ്റെ വേഷം കിട്ടിയത്. നിയമപരമായ യോഗ്യതകളൊന്നുമില്ലെങ്കിലും ജഡ്ജിമാരെയും മറ്റ് അഭിഭാഷകരെയും പോലും വിസ്മയിപ്പിക്കുന്ന പ്രകടനമായിരുന്നു ഇയാൾ കോടതികളിൽ കാഴ്ചവെച്ചത്. ഒടുവിൽ യഥാർത്ഥ അഭിഭാഷകനായ ബ്രയാൻ മെൻഡ തൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ആൾമാറാട്ടം അറിയുന്നത്. അങ്ങനെയാണ് 26 കേസുകളിൽ വിജയിച്ച ഈ വ്യാജ വക്കീൽ ഒടുവിൽ നിയമത്തിന് മുന്നിൽ പിടിയിലാകുന്നത്. ഈ തട്ടിപ്പിന് പിടിക്കപ്പെട്ട ശേഷം നടന്ന 27ാമത്തെ കേസിൽ ബ്രയാൻ സ്വന്തം വക്കീലായി വാദിച്ചു എന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ് ഉണ്ടാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തനിക്ക് വേണ്ടി സംസാരിക്കാനും തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനും അദ്ദേഹം കാണിച്ച ധൈര്യം വലിയ ജനപിന്തുണ നേടിയിരുന്നു. ആ സാധാരണക്കാരൻ വലിയ അഭിഭാഷകരെ വെല്ലുവിളിച്ച് നേടിയ വിജയങ്ങൾ ചരിത്രമായി. തെറ്റ് ചെയ്തിട്ടും ജനങ്ങൾക്കിടയിൽ ഇത്രയധികം സ്നേഹം പിടിച്ചു പറ്റിയ മറ്റൊരു നിയമ കുറ്റവാളി അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിലും സ്വന്തമായി കേസുകൾ വാദിക്കുന്ന ഒരാളുണ്ടായിരുന്നു. പല പ്രമുഖരെയും വിറപ്പിച്ച ആൾ കൂടെയാണ് നവാബ് രാജേന്ദ്രൻ എന്ന പ്രതിഭ. കരുണാകരൻ നേതൃത്വം നൽകിയ കോൺഗ്രസ് മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന MP ഗംഗാധരനെ നവാബിൻ്റെ കേസിനെ തുടർന്ന് സ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു. ഗംഗാധരൻ പ്രായപൂർത്തിയാകാത്ത മകൾ ബിന്ദുവിനെ വിവാഹം കഴിപ്പിച്ചു എന്നതായിരുന്നു കേസ്. കരുണാകരൻ വരെ ഭയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് നവാബ് രാജേന്ദ്രൻ. അദ്ദേഹം കരുണാകരനെതിരെ നടത്തിയ നിയമയുദ്ധങ്ങൾ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. നിരന്തരം വ്യവഹാരങ്ങൾ നടത്തിയ നവാബ് രാജേന്ദ്രനെ ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ജനറൽ ഒരിക്കൽ കോടതിയിലെത്തി. പക്ഷേ കോടതി ഈ ഹർജി ഫയലിൽ പോലും സ്വീകരിച്ചില്ല. കരുണാകരൻ മുഖ്യ പ്രതിയാകുമായിരുന്ന തട്ടിൽ എസ്റ്റേറ്റ് മാനേജർ ജോണിൻ്റെ കൊലപാതകത്തിനെക്കുറിച്ച് സുപ്രധാനമായ തെളിവുകൾ ആദ്യമായി കിട്ടുന്നത് നവാബ് രാജേന്ദ്രനാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം ജയറാം പടിക്കലിൻ്റെ നേതൃത്വത്തിൽ നവാബ് രാജേന്ദ്രൻ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായി. അദ്ദേഹത്തിൻ്റെ പത്രവും ഈ കാലത്ത് കോൺഗ്രസ്സുകാർ അടിച്ചു തകർത്തു. പിന്നീട് നവാബ് രാജേന്ദ്രൻ അനീതിക്കെതിരായി പോരാടിയത് കോടതികളിലൂടെ ആയിരുന്നു. മരിക്കുന്നതിന് മുൻപ് തനിക്ക് അവാർഡായി ലഭിച്ച 1 ലക്ഷം രൂപയിൽ 1000 രൂപ മാത്രം എടുത്ത് ബാക്കിയുള്ള തുക എറണാകുളം ജനറൽ ആശുപത്രിയിൽ മോർച്ചറി പണിയുന്നതിന് സംഭാവനയായി നൽകി മാതൃകയായ ഒരാളാണ് നവാബ് രാജേന്ദ്രൻ എന്ന ഒറ്റയാൾ പോരാളി.